Hi friends, welcome to my channel Sajisha's Yummy and Crafty World ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗുജറാത്തി സ്നാക്ക് ആണ്. കടലമാവ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണിത്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഈവനിംഗ് സ്നാക്ക് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു നോമ്പ് തുറ സമയത്ത് ട്രൈ ചെയ്താൽ നോക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണിത്. അപ്പോൾ സാധാരണ നമ്മൾ നോമ്പ് തുറയ്ക്ക് നമ്മൾ ഓയിലി ഫുഡാണ് അധികം തയ്യാറാക്കാറ് അല്ലേ. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ സ്റ്റീം ചെയ്താണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ ഡോക്ല തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കറിവേപ്പില ആവശ്യത്തിന്, പിന്നെ ചെറുനാരങ്ങ. വലിയ ചെറുനാരങ്ങയാണെങ്കിൽ ഒരെണ്ണം മതി, മീഡിയം സൈസ് ആണെങ്കിൽ 2 ചെറുനാരങ്ങ വേണം. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് കടലമാവിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്യാവൂ, കാരണം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾ കുറച്ച് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ചെറുനാരങ്ങ ലെമൺ ജ്യൂസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാനായിട്ട് നമുക്കൊരല്പം വെള്ളം ഒഴിച്ച് മാവൊന്ന് കുഴച്ചെടുക്കണം. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒത്തിരി കട്ടിയാകാനും പാടില്ല, ഭയങ്കര ലൂസാവാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമുക്കിത് റെഡിയാക്കിയെടുക്കാൻ. നമ്മുടെ ബാറ്റർ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പം ഞാനിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് വേണമെങ്കിൽ ബാറ്റർ 10 മുതൽ 20 മിനിറ്റ് വരെ വെക്കാം. അപ്പം ഞാനിവിടെ ഒരു 10-15 മിനിറ്റ് ആയപ്പോൾ തന്നെ എടുത്തു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇനി ഇത് ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പം അതിനായിട്ട് ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലും സെൻറ്ററിലുമായിട്ട് ഞാൻ എണ്ണ തടവിയിട്ടുണ്ട്, നമ്മുടെ ഈ ഡോക്ല വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് മാറ്റാം. നമ്മുടെ ബാറ്ററി ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മെല്ലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിത് ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ ഇനി ഇതൊരു 20 മിനിറ്റ് വരെ സിമ്മിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഡോക്ല ഇവിടെ റെഡി ആയിട്ടുണ്ടോ നോക്കാം. റെഡി വന്നിട്ടുണ്ട്. 20 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം മാത്രമേ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പാടുള്ളൂ. ഇനി അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ഒരു സിറപ്പ് തയ്യാറാക്കാം. സിറപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ പാനിൽ ഒരല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കടുക് കുറച്ച് അധികം വേണം നമുക്കിതിലേക്ക്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. പച്ചമുളക് ഒന്ന് എണ്ണയിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം.
കറിവേപ്പിലയും കുറച്ചധികം ഞാൻ എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സിറപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ നല്ല എരിവുള്ള 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന മുളകിന് എരിവ് കുറവാണെങ്കിൽ ഒരു 3ഓ 4ഓ പച്ചമുളക് എടുക്കണം. കാരണം നമ്മുടെ സിറപ്പിനൊരു അത്യാവശ്യം എരിവും മധുരവും കൂടെ ചേർന്നൊരു ടേസ്റ്റാണ് വേണ്ടത്. നിങ്ങൾ ഈ സിറപ്പ് തയ്യാറാക്കുമ്പോൾ കുറച്ചധികം തയ്യാറാക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഈ ഡോക്ലയിലേക്ക് സിറപ്പ് കുറഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളവും 3 ടേബിൾ സ്പൂൺ ഷുഗറും ആഡ് ചെയ്തിട്ട് തയ്യാറാക്കിയാൽ മതി. ഞാൻ എടുത്തിരിക്കുന്ന ഡോക്ലയ്ക്ക് ഈ ഒരു സിറപ്പ് കറക്റ്റാണ്. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ കുറഞ്ഞു പോകരുത് സിറപ്പ്, അതുകൊണ്ടാണ് പറയുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കൂടെ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇത് വളരെ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സിറപ്പ് കഴിക്കാനായിട്ട്. ഞാൻ സാധാരണ ഡോക്ല തയ്യാറാക്കുമ്പോൾ കുറച്ചധികം സിറപ്പ് തയ്യാറാക്കും, എന്നിട്ട് വെറുതെ കുടിക്കാറാണ്. കാരണം അത്രയും ടേസ്റ്റാണ്. ആ ഒരു മധുരവും എരിവും പിന്നെ നാരങ്ങയുടെ പുളിപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു സിറപ്പിന്. ഇപ്പം ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തിളച്ചാൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഡോക്ല ഇവിടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഡോക്ല നന്നായി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കത്തിയിൽ ഞാനൊരു അല്പം ഓയിൽ തടവിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. ഡോക്ല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഈ സിറപ്പ് ഓരോ ഡോക്ലയിലും എത്തുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. സിറപ്പ് നമ്മുടെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്കിതൊന്നൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ് വയ്ക്കാം. ഈ ഡോക്ല ഈ ഒരു സിറപ്പ് ഒന്ന് നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മുകളിലായിട്ട് ഞാനൊരല്പം മല്ലിയില കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡോക്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഡോക്ല ഈ നല്ല ആ സിറപ്പ് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ സിറപ്പൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, സ്പോഞ്ചി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ മിസ്സാക്കരുത്. തീർച്ചയായിട്ടും ഈ ഒരു നോമ്പുതുറയിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.